അങ്ങനെ ദാ ഓണവും കാര്യങ്ങളൊക്കെ എത്തി. ഞങ്ങൾ ഇവിടെ ഒരു ഓണം സെലിബ്രേഷന് പോവാണ്. നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ആരുടെയെങ്കിലും ഒരു വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ആശിഷിൻ്റെ അശ്വതിയുടെയും വീട്ടിലാണ്. അങ്ങനെ ദാ ഞങ്ങൾ ഇവിടെ റെഡിയായിട്ട്, ഞാൻ റെഡിയായി, ഇലോറ റെഡിയായി, ദാ ജെറിയാണ് ബാക്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അങ്ങോട്ടേക്ക്. ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറൊക്കെ നമ്മൾ ഓർഡർ കൊടുത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മളെല്ലാവരും ഓരോ ഫുഡ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കുക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ടിനി പോവാണ്. സാരിയൊക്കെ ഉടുത്ത് എൻ്റെ സെറ്റും കൊണ്ടുപോകാണ്. ഇങ്ങനെയൊക്കെയോ ഞാൻ ഉടുത്ത് വെച്ചേക്കുവാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ ഞാനും ഇലോറ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇലോറയുടെ സ്കേർട്ടും ടോപ്പും നാട്ടിൽ നിന്ന് ഈ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ക്ലിപ്പ് വാങ്ങിച്ചില്ല, അതുകൊണ്ട് ഈ ബാൻഡ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇലോറേനെയാണ് ഏറ്റവും അവസാനം ഞാൻ ഒരുക്കിയത്. അപ്പോൾ അവൾ ആകെ കൂടെ പേടിച്ചിരിക്കുകയായിരുന്നു, ഇനി ഇവളെ ഒരുക്കത്തില്ലേ എന്നൊക്കെ. ഒരുക്കിയെല്ലാം ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഭയങ്കര സന്തോഷമായി. പണ്ട് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ തലേ ദിവസമേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് പ്ലീറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു വെക്കും കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എങ്ങനെയൊക്കെയോ യൂട്യൂബൊക്കെ നോക്കി അങ്ങ് ഉടുക്കുകയാണ്. എനിക്ക് സാരിയേക്കാൾ കംഫർട്ടബിൾ കുറച്ചുകൂടെ ഈ സെറ്റും ഉണ്ട് കേട്ടോ. ഉടുക്കാനും എല്ലാം എളുപ്പം അതാണല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതാ പുറത്തേക്ക് പോവാം. നമ്മുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇലോറയുടെ സീറ്റ് കാറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ്. സാരി എടുത്തും മുണ്ടെടുത്തും വണ്ടി കയറുന്നത് ഭയങ്കര കഷ്ടപ്പാട്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പം കുറച്ച് ഒരുങ്ങി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ക്രിസ്മസിനെക്കാട്ടിലും കൂടുതലും നമ്മൾ ഈ ഡ്രസ്സപ്പ് ചെയ്യുന്നത് ഓണത്തിനായിരിക്കും അല്ലേ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി ഇവിടെ വന്ന് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതൊക്കെ ആഘോഷിക്കുമ്പം അതൊരു സ്പെഷ്യലായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങനെ സാരിയും കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഓണമൊക്കെ വരുമ്പോഴത്തേക്കിന് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നാട്ടിലൊക്കെ ആയിരിക്കണം ഒരു ബഹളം തന്നെയായിരിക്കും ഓണവും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ അതിന് കുറവൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്രണ്ട്സായിട്ട് കൂടുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമാണല്ലോ. വെൽക്കം ടു ജിബി സ്റ്റഡീസ്. ജെറി ഫുഡ് എടുക്കാനായിട്ട് എല്ലാവരും പതുക്കെ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആക്ച്വലി ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ കൂടുന്നുണ്ട്. ഇപ്പം ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ. അപ്പോൾ ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ എത്തി. വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തൊക്കെ നിൽക്കുമ്പം ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനല്ലേ നമുക്കും പറ്റുള്ളൂ. ഫാമിലിയൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഇലോറയുടെ ഗ്രീൻ ഡ്രസ്സ് കണ്ടിട്ടാണ് ഞങ്ങൾ ബ്ലൗസും ഡ്രസ്സും ഒക്കെ തീരുമാനിച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്കിന് ദാണ്ട് അശ്വതിയും ആശിഷും കുഞ്ഞും എല്ലാം ഗ്രീന്. അവസാനത്തിൽ മൊത്തത്തിൽ ഒരു ഗ്രീൻ ടീമായിട്ടുണ്ടായിരുന്നു നമ്മളവിടെ. അങ്ങനെ ഞങ്ങൾ ഇതാ വന്ന് കുറച്ച് നേരമൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കൂടിയതല്ലേ കുശലും പറച്ചിലും കാര്യങ്ങളും ഒക്കെ. ഒരു ഫാമിലിയും കൂടെ നമുക്കിനി വരാനുണ്ട്. അവരും കൂടെ വന്നിട്ട് വേണം ബാക്കി നമുക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ. നേരത്തെ ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഈ സാരിയും ഇതൊക്കെ ഒന്ന് ഉടുത്തൊക്കെ വരുമ്പോഴത്തേക്കിന് നല്ല ലേറ്റ് ആകുമല്ലോ.
അത് പിന്നെ എല്ലാ പരിപാടിക്കും നമ്മൾ അങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ ഇതാ എല്ലാവരും ഒക്കെ വന്ന് നമുക്കിനി പതുക്കെ ഫുഡ് കഴിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മുടെ ഇസിൻ്റെ ഫസ്റ്റ് ഓണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ കുഞ്ഞും മുണ്ടും ജൂബയൊക്കെ കാണാനായിട്ട്. അങ്ങനെ എന്താ ഫുഡ് വിളമ്പുന്നതിൻ്റെ ബഹളങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഷ്കു പതുക്കെ ഓരോ ഇലയും ഇട്ട് തുടങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇസിന്റെ ഫസ്റ്റ് ഓണാണ്. ഇലോറയുടെ കഴിഞ്ഞ വർഷമായിരുന്നു. ഇലോറ ഇവിടെ എവ്ലിന്റെ കൂടെ ഉണ്ട്. അരുൺ അല്ല അലീന ഗിൽബി ആളുകളാണ് നമുക്ക് ഫുഡ് ഓ വയ്യ ആൽബിക്ക്. ഉപ്പി ഇത് തുടങ്ങാം. മാത്രം ഏറ്റവും അവസാനം പരിപ്പാണോ? പരിപ്പ് പരിപ്പ് ഇനി പോകുന്നില്ലല്ലോ. അടി പപ്പടത്തിനൊക്കെ അടി. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഓണസദ്യ ഒക്കെ കഴിച്ച് സത്യം പറയാലോ വയറ് നിറഞ്ഞു. ഞങ്ങൾ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തു. ഇനി പതുക്കെ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര വെയിലല്ലേ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആഷി ഫോട്ടോഗ്രാഫർ ഇതാ പുറകിൽ, എല്ലാവരും പുറകിൽ വരുന്നുണ്ട്. നല്ല വെയിലുണ്ട്. ഇപ്പോൾ സമയം 5 മണി 6 മണി 5:30 ആയിട്ടുണ്ട്. പക്ഷെ വെയിലിന് ഒരു കുറവില്ല. എങ്ങനെയുണ്ടായിരുന്നു എവിലേനെ ഓണമൊക്കെ? പരിപാടി തളർന്നു ഫുഡ് കഴിച്ച്. പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള ബഹളമായിരുന്നു കേട്ടോ ഇവിടെ. ഞങ്ങളങ്ങനെ വേറെ പാർക്കിലും ഒന്നും പോയില്ല. നമ്മുടെ അടുത്ത് തന്നെ ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ പോയി ഫോട്ടോസൊക്കെ കാര്യങ്ങളും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു. ഇനി പതുക്കെ എല്ലാവരും വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഈ ഒരു പ്രാവശ്യത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഓണം കഴിഞ്ഞു. ഇനി നമുക്കിവിടെ വിഞ്ചർ മലയാളി അസോസിയേഷൻ്റെ ഒരു ഓണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കമ്മിങ് വീക്കിലാണ്. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു 2 ഓണമൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഈ ലോറ ഇവിടെ വീഡിയോ എടുക്കുക. അങ്ങനെ ഇതാ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇനിയും വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇനിയും പ്രത്യേകിച്ച് അടുത്ത പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ വീട്ടിൽ പോവാം. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് അടിപൊളിയായിട്ട് ഇതാ ഈ ഓണം ഇങ്ങനെ 2025 എൻജോയ് ചെയ്തു. ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.